ശബരിമലയിലെ സ്വർണം മറ്റു ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചുവെന്ന നിർണായക മൊഴി നൽകി പങ്കജ് ഭണ്ഡാരി. അന്വേഷണം പുതിയ തലത്തിലേക്ക്. ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം മറ്റു ക്ഷേത്രങ്ങളിലെ കൊടിമരം പൂശാനും നവീകരണത്തിനും ഉപയോഗിച്ചുവെന്നാണ് മൊഴി. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയാണ് SITക്ക് നിർണായകമായ മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ക്രിയേഷൻ സ്വർണം പൂശിയ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ SIT പരിശോധന തുടങ്ങി. സ്വർണം വേർതിരിക്കാൻ ഉപയോഗിച്ച ലായനിയും പരിശോധനയ്ക്ക് അയക്കും. ഇക്കാര്യം രേഖപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് SIT തീരുമാനം. അതേസമയം സ്വർണം വേർതിരിച്ചത് അശാസ്ത്രീയമായാണെന്നും SIT കണ്ടെത്തിയിരിക്കുന്നു. സ്വർണം വേർതിരിക്കുന്ന ലായനിയുടെ ഘടകങ്ങൾ അറിയാനാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ക്രിയേഷൻ സ്വർണം പൂശുന്ന ജോലികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ അന്വേഷണ സംഘം പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ്. മോഷ്ടിച്ച സ്വർണം ഈ ക്ഷേത്രങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വകമാറ്റി എന്നാണ് സൂചന. ശബരിമലയിലെ കൊടിമരത്തിൽ നിന്നും മറ്റും സ്വർണം വേർതിരിച്ചെടുത്തത് അശാസ്ത്രീയമായ രീതിയിലാണെന്നും SIT കണ്ടെത്തി. സ്വർണം വേർതിരിക്കാൻ ഉപയോഗിച്ച ലായനിയുടെ കൃത്യമായ ഘടകങ്ങൾ തിരിച്ചറിയുന്നതിനായി ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു. നിലവിൽ ലഭിച്ച മൊഴികളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഉൾപ്പെടുത്തി കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകാനാണ് SITയുടെ തീരുമാനം. ജീവനക്കാരും ബോർഡ് ഭാരവാഹികളും അടക്കമുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് നിരവധി സംശയങ്ങൾ SITക്കുണ്ടായത്. 2019 സ്വർണ്ണക്കൊള്ള മറച്ചുപിടിക്കാനായിരുന്നു 2025 ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും ഇളക്കിക്കൊണ്ടുപോയത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടുണ്ടായ ഒരു ഹൈക്കോടതി വിധിയിൽ 2025 സംഭവം പ്രത്യേകമായി അന്വേഷിക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 2019 സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ജംഷഡ്പൂരിലെ നാഷണൽ മെനലർജിക്കൽ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ലാബിലേക്ക് അയച്ചിട്ട് 2 മാസമായി. ഫലം വരുന്നതുവരെയുള്ള സമയം കൊണ്ടാണ് 2025 സംഭവം അന്വേഷിക്കാൻ SIT തീരുമാനിച്ചത്. ശ്രീകോവിലിൽ നിന്ന് അമൂല്യമായ വസ്തുക്കൾ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അയക്കാതെ രഹസ്യമായി ഇളക്കിക്കൊണ്ടുപോയതിൽ പ്രകടമായ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. 2019 സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവർ 2025 നവീകരിക്കലിലും ഉൾപ്പെട്ടിട്ടുണ്ട്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു 2025 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ശില്പപാളികൾ ഇളക്കാനുള്ള എല്ലാ ഫയൽ നീക്കങ്ങളും തന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയുടെ കാലം കഴിയും മുമ്പ് മുരാരി തീർത്തിരുന്നു എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.